ക്രിസ്തുവിൽ നിങ്ങളേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 4 മുതലുള്ള തിരുലിഖിതങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴി പിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാണ് ശരീരത്തിൻ്റെ വിശുദ്ധി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 15-ാം തിരുലിഖിതം, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. പ്രൈസ് ദി ലോർഡ്. അതെ സഹോദരങ്ങളെ, നമ്മുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്. ക്രിസ്തുവിന് വസിക്കാൻ ഉണ്ടാക്കിയ ആലയമാണ് മനുഷ്യ ശരീരം. പലപ്പോഴും മനുഷ്യൻ തൻ്റെ ശരീരത്തെക്കുറിച്ച് ശരിയായ ബോധ്യമില്ലാതെ പാപത്തിൽ, ജഡിക സുഖങ്ങളിൽ, മദ്യത്തിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ അകപ്പെട്ട് ശരീരത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഇന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ തെറ്റായ വസ്ത്രധാരണവും മറ്റ് തെറ്റായ നടപ്പും തെറ്റായ ശീലങ്ങളും ദൈവമക്കളെ ശരീരത്തെ വിശുദ്ധിയിൽ നിന്ന് അകറ്റി പാപത്തിൻ്റെ പിടിയിൽ, പിശാചിന്റെ പിടിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയാം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ ജോൺ 23-ാമൻ മാർപ്പാപ്പ അദ്ദേഹം അപ്പസ്തോലിക് ന്യൂൻഷോ ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ഒരു വിരുന്ന് സൽക്കാരത്തിന് ക്ഷണിച്ചു. അദ്ദേഹം വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണം അദ്ദേഹത്തിന് അത്ര പന്തിയായി തോന്നിയില്ല. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന് അവളോട് പറയണമെന്നുണ്ട്, മകളെ, നീ ചെയ്യുന്ന പാപമാണ്. അർദ്ധവസ്ത്രധാരിയായി പെൺകുട്ടിയോട് അദ്ദേഹം എങ്ങനെ ഈ കാര്യമൊന്ന് അറിയിക്കും എന്ന് ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് ബോധ്യം നൽകി. അവിടെ മേശപ്പുറത്തിരുന്ന ആപ്പിളുകളിൽ ഒരു ആപ്പിൾ എടുത്ത് ഈ പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് ഈ അപ്പസ്തോലിക് ന്യൂൻഷോയായ ഈ ബിഷപ്പ് അവൾക്ക് കൊടുത്തിട്ട് അവളോട് പറഞ്ഞു, മകളെ, ഇത് ഞാൻ നിനക്ക് നൽകുന്ന സമ്മാനമാണ്. അവൾ സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങി. അത് പിതാവ് പറഞ്ഞു, ഇത് മുഴുവൻ നീ കഴിക്കണം. ഇത് കഴിക്കുമ്പോൾ പണ്ട് ഹവ്വ ഒരു ആപ്പിൾ കഴിച്ചപ്പോഴാണല്ലോ താൻ നഗ്നയാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇത് കഴിക്കുമ്പോൾ ഒരു പക്ഷേ ദൈവം നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ അവസ്ഥയിലാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ കോളേജുകളും നമ്മുടെ വിദ്യാലയങ്ങളും നമ്മുടെ പൊതുനിരത്തുകളും. പാപകരമായ വസ്ത്രങ്ങൾ ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ധരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന മറ്റു പാപപ്രവർത്തികൾ ചെയ്യുന്നവരെയും നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിന്റെ ശരീരമെന്ന് നിനക്കറിഞ്ഞുകൂടെ. എൻ്റെ പ്രിയ സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ, നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ശരീരം അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശരീരം അത് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിന് വസിക്കാനുണ്ടാക്കിയ ആലയമാണ്. ഈ ബോധ്യമില്ലാതെ ഇന്ന് ഓടുമ്പോൾ ഓർക്കുക, നീ നിന്റെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ലെങ്കിൽ വചനം പറയുന്നുണ്ടല്ലോ, എൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും, എൻ്റെ ആലയത്തെ തകർക്കുന്നവനെ ഞാനും തകർക്കും. ഈ വചനം ഓർക്കണം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റണം. ക്രിസ്തുവിന് വിശുദ്ധി നമ്മൾ നഷ്ടപ്പെടുത്തുന്ന, ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പാപപ്രവർത്തികൾ ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റണം. സ്വന്തം ശരീരത്തിനുള്ളിൽ ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹ വ്യക്തമായി പറയുന്നുണ്ട്. 18-ാമത്തെ വചനത്തിൽ 1 കൊരിന്തോസ് 6:18 പറയുന്നു, വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. മനുഷ്യർ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിന് എതിരായി പാപം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ശരീരത്തിനെതിരായ പാപങ്ങൾ അത് പ്രത്യേകം നമ്മൾ വിലവെക്കേണ്ട ഒരു കാര്യമാണ്. അതിന് നമ്മൾ വില കൊടുക്കേണ്ടി വരും. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവം പറയുന്നുണ്ട്, കുടുംബത്തിലേക്ക് വാള് കൊണ്ടുവരുന്ന പാപമാണ് ശരീരത്തിനെതിരായ പാപം. അതേ സഹോദരങ്ങളെ, കുടുംബത്തിലേക്ക് വാള് കൊണ്ടുവരുന്ന പാപമാണിത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം. ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാം. അത് ദൈവാലയം പോലെ കാത്തു സൂക്ഷിക്കാം. സഞ്ചരിക്കുന്ന ഒരു സക്രാരിയാക്കി നമ്മുടെ ശരീരത്തെ മാറ്റാം. അതിനുവേണ്ട അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.